കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഞാനൊരു വീഡിയോ പോലും ഒന്നും ചെയ്തിട്ടില്ല. കാരണം ശാരീരികമായ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇന്ന് ചെയ്യുകയാണ്. സ്തോത്രം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നൊരു പ്രത്യേകമായൊരു വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വന്നു. അവരാരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അനേകരവിടെ വന്ന് കൂടി. അവരോടും പത്രോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രധാനപ്പെട്ടൊരു വിഷയം പറഞ്ഞു. ആ വിഷയം നമ്മൾ എത്ര പേരത് ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയത്തില്ല. കാരണം അവിടെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അതായത് ദൈവവചനത്തിൻ്റെ ഏറ്റവും കാതലായൊരു ഭാഗമാണ് അവിടെ പറയുന്നത്. അവിടെ പത്രോസ് പറയുന്നുണ്ട്, മറ്റു പല വാക്കുകളാൽ അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. ഇന്നു നാം ദൈവത്തിൻ്റെ മക്കളെ, സഹോദരി സഹോദരന്മാരെ നാം കാണുമ്പോൾ ഈ വിഷയം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് യേശു കർത്താവിൻ്റെ 1-ാമത്തെ അപ്പോസ്തലനായ പത്രോസാണ് പ്രസംഗിച്ചിരിക്കുന്നത്. ആ പ്രസംഗം വളരെ പ്രയോജനമുള്ളൊരു പ്രസംഗമാണ് അവിടെ പ്രസംഗിച്ചിരിക്കുന്നത്. വെറുതെയല്ല. ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് വിശ്വസിച്ചു, അപ്പോസ്തലന്മാരോട് ചേർന്നു എന്ന് നമ്മൾ 42-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നു. അപ്പോൾ ഇന്ന് നാം നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ഇടയിൽ, സഭകളിൽ, വിശുദ്ധന്മാരുടെ കൂട്ടായ്മകളിൽ നമ്മൾ കൂടി വരുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, സഹകരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കുക, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇത് പറയാൻ ഒരു പ്രത്യേകമായൊരു വിഷയം എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് വരെയും ശരിയായൊരു ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ് വർദ്ധിപ്പിക്കുവാനും നന്നാകുവാനും രക്ഷപ്പെടുവാനും പേരെടുക്കുവാനും ഒക്കെ പല തന്ത്രങ്ങളും നമ്മൾ മെനഞ്ഞിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. സകല ദുഷ്ടത, എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും ഇതിന്നും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ കണ്ടതായിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഇതിന്നും നമ്മുടെ ജനത്തിൻ്റെ ഇടയിലുണ്ട്. ഈ പറയപ്പെട്ട എല്ലാ സംഗതികളുമുണ്ട്. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കണം, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് പിന്നീട് ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് നുണ പറച്ചിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് നുണ പറഞ്ഞിട്ട് രാത്രി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിലേക്ക് കുത്തുകൊള്ളുന്നുണ്ടായിരുന്നു. ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല. ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനതൊരു ചർച്ചിലും സഭായോഗങ്ങളിലൊക്കെ പോയിട്ട് എനിക്കങ്ങനെ കുത്തുകൊണ്ടിട്ടില്ല. അവിടെ എല്ലാം എനിക്ക് സപ്പോർട്ടായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് കുത്തുകൊള്ളുന്നു. ഒറ്റയ്ക്കിരുന്ന് ദൈവസ്ഥാനത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കുത്തുകൊള്ളുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ ഒത്തിരി കാലമൊന്നും അന്ന് നടത്തിക്കൊണ്ട് പോയില്ല. പെട്ടെന്ന് തന്നെ ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. ആകെ കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സുവിശേഷം പറയാനായിട്ടൊരു വണ്ടി മാത്രം മേടിച്ചിട്ടുണ്ട്. അന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഒരു ഒമിനി വാൻ.
അതല്ലാതെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. വീടില്ല, ഭക്ഷിക്കാനൊന്നുമില്ല, എല്ലാം ഒന്നും ഇല്ലാത്തപ്പോൾ തന്നെ അതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാനാകുന്നതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ ഞാനിതെല്ലാം ഒഴിവാക്കി. എൻ്റെ ഭാര്യ സഹോദരി എന്നോട് ചോദിച്ചു, കുഞ്ഞുങ്ങളൊക്കെ അല്പം ഒന്ന് വളർന്ന് അതുങ്ങളൊക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോരെ, ഇതൊക്കെ ഒന്ന് വിടാൻ, ഒരു വീട് വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതെല്ലാം കർത്താവ് തരുമെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും അത് നിർത്തി. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഇന്നുവരെങ്കിലും ഭൂമിയിൽ ഒരു രൂപ ഉണ്ടാക്കാനായിട്ട്, ഒരു 10 രൂപ ഉണ്ടാക്കാനായിട്ടോ എന്തെങ്കിലും ഉപജീവന മാർഗത്തിനോ ഒന്നും ഇതുവരെ പോയിട്ടില്ല. വ്യക്തമായിട്ടും സ്വർഗീയ പിതാവ് നമ്മളെ നടത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മളിന്ന് മനസ്സിലാക്കണം, അന്നും എൻ്റെ കൂടിയിരുന്ന എൻ്റെ സഹോദരന്മാർ ഇന്നും അത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് ഒരു വാക്യം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ഈ ഭാഗവും നമുക്ക് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അവിടെയും പറയുന്നത് എന്താണ്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. അപ്പോൾ ഈ ലോകം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ ജീവിക്കേണ്ട ഈ ലോകത്തിലാണ്. അപ്പോൾ അവരുടെ നടുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകണമെന്നാണ് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. ഇതിന്ന് എത്ര പേര് ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്? താൻ എത്ര പേര് സൂക്ഷിക്കുന്നുണ്ട്? ഇന്ന് വക്രത ഉണ്ടോ? വക്രതയുള്ളവർ ഇല്ലേ? ഇന്നെന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു? വചനത്തിന് വിരുദ്ധമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സഹോദരന്മാർ കാണിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ണടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലേ? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിഷയമാണിത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടിട്ടില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നും ആ വക്രതയുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ. അവരെ പോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ഉറപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. നമുക്കൊന്ന് 2 തിമോത്തി 2-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാന മാത്രമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുമ്പോൾ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയിരിക്കുന്ന ഭാഗം കൃത്യമായിട്ട് പറയുകയാണ്. ഒരു വലിയ വീട്ടിൽ, ഈ വലിയ വീട് ഏതാണ്? ഈ ലോകമാണ് വലിയ വീട്. പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന വലിയ വീട് ഈ ലോകമാണ്. അപ്പം ഈ ലോകമാകുന്ന വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ വലിയ ലോകത്തിൽ, ഈ വലിയ ലോകമാകുന്ന ഈ ലോകത്തിൽ, ഈ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റുമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്, ജഡ്ജിമാരുണ്ട്, കളക്ടർമാരുണ്ട്, DGPമാരുണ്ട്, IG മാരുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ വന്നു ക്ലീൻ ചെയ്യുന്നവരുണ്ട്, ചാലുകൾ വെട്ടുന്നവരുണ്ട്, കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട്, ട്രെയിൻ ഓടിക്കുന്നവരുണ്ട്, പ്ലെയിൻ ഓടിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല. എല്ലാവരും ഒരേ പ്രശംസ കിട്ടുന്നില്ല. പലർക്കും പല രീതിയിലാണ്. അതാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും
കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. നമ്മുടെ വീടുകളിലാണെങ്കിലും വാഴയ്ക്കോ തെങ്ങിനോ തടവെടുക്കാനുള്ള തൂമ്പ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. തീ കത്തിക്കാനുള്ള സാധനങ്ങൾ വെട്ടിയരിയാനുള്ള അരിവാൾ നമ്മുടെ വീട്ടിലുണ്ട്. മീൻ വെട്ടുവാനുള്ള പിച്ചാത്തിയുണ്ട്. വെള്ളം കുടിക്കാനുള്ള ജഗ്ഗുകളുണ്ട്. ഇതെല്ലാം നമ്മളൊരു സ്ഥലത്താണ് വെക്കുന്നത്. നമ്മൾ വെള്ളം കുടിക്കുന്ന ജഗ്ഗ് നമ്മൾ മണ്ണിലിടുമോ? തെങ്ങിൻ്റെ തടവെടുക്കാനുള്ള തൂമ്പായിരിക്കുന്ന വാട്ടി കൊണ്ടുപോയി ജഗ്ഗ് വെക്കുമോ? അപ്പോൾ വീട്ടിൽ മാറ്റങ്ങളുണ്ട്. നമ്മുടെ വീടുകളിൽ ബൈബിൾ വെക്കുന്നത് എവിടെയായിരിക്കും? ബൈബിൾ മണ്ണിലിടുമോ? ആ ബൈബിൾ നമ്മൾ ഏറ്റവും ഒരു ഉയർന്ന സ്ഥാനത്ത് നമുക്ക് എടുക്കാവുന്ന, കയ്യെത്താവുന്ന പൊക്കത്തിൽ നമ്മളത് വിനയുള്ള സ്ഥലത്ത് ആ ബൈബിൾ വെക്കും. കഴിയുമെങ്കിൽ നമ്മൾ ആ ബൈബിളെ പൊടി തറ്റായിരിക്കാൻ ഷെൽഫിനൊക്കെ ഗ്ലാസ് ചിലപ്പോൾ ഇട്ടെന്ന് വരും. ഇല്ലെങ്കിൽ നമ്മളൊരു തുണി കൊണ്ടൊന്ന് മൂടിയെങ്കിലും വെക്കും. അതുപോലെ നമ്മൾ തൂമ്പ മൂടി വെക്കുമോ? ഇതുപോലെ എടുത്തു വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, അതായത് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ജഡ്ജിമാരും കളക്ടർമാരും മാത്രമല്ല, ഇവിടുത്തെ ചാലുകൾ വെട്ടുന്നവരുണ്ട്, സെപ്റ്റി ടാങ്കി ക്ലീൻ ചെയ്യുന്നവരുണ്ട്, മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണ്? ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യം നോക്കാനുള്ള ആരാ? അത് പട്ടാളക്കാരല്ലേ? അവർക്കല്ലേ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. അത് നമ്മുടെ വീട്ടിൽ വന്നു സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരുന്ന ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വ്യക്തമായിട്ട് മാറ്റങ്ങളുണ്ട് ഇവിടെ. അതാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവയെ വിട്ടകന്ന് കളക്ടറാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ജഡ്ജി ആണെങ്കിലും പട്ടാള മേധാവിയാണെങ്കിലും പ്ലെയിൻ ഓടിക്കുന്നവനാണെങ്കിലും മീൻപിടുത്തക്കാരനാണെങ്കിലും തോട് വെട്ടുന്നവനാണെങ്കിലും റോഡ് പണിക്കാരനാണെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥൻ ഉപയോഗവുമായി നല്ല വേലക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവയെ വിട്ടകലുമ്പോൾ തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, ഇത്രയും കാലം ഞാനിതെല്ലാം ചെയ്തു, പണിയെടുത്തു, ഇതെല്ലാം ചിലപ്പോൾ എനിക്ക് തന്നു, ചിലപ്പോൾ സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതം തകർന്നു പോയിരിക്കാം, ജീവനോട് ശേഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ, എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനായി തിരിയണമെന്ന്. വിശുദ്ധൻ, വിശുദ്ധവും ഉടമസ്ഥനെ സ്വർഗീയ പിതാവിന് ഉപയോഗവുമായി സ്വർഗീയ പിതാവ് ഉപയോഗിക്കുന്ന നിലയിലേക്ക് നാം വരികയാണ്. നല്ല വേല, ഏറ്റവും നല്ല വേല, ഏറ്റവും നല്ല വേലക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും എന്നാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ വീണ്ടും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളും വഞ്ചനയും ചതിയും പറഞ്ഞ് പൈസ ഉണ്ടാക്കുവാൻ വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്ന നമ്മളെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. നമ്മൾ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ആ പണിയെടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഈ ദൈവത്തിൻ്റെ വചനപ്രകാരം ശരിയാണോ തെറ്റാണോ? ഇന്നും ആ പഴയ പരിപാടി തന്നെ ചെയ്തുകൊണ്ട് പോകുന്ന ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളെ, ഈ സഹോദരന്മാരെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവരെക്കുറിച്ച് എനിക്ക് കുറ്റം പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം അവർ ഓർക്കണം, നമ്മൾ എന്തിനാ വന്നത്? എന്തിനു വേണ്ടിയാണ് വന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പത്രോസ് 1-ാമത്തെ അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം
തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ലോകത്തിൽ നിന്ന് വന്ന, അന്ധകാരത്തിൽ നിന്ന് വന്ന ആ ദിവ്യപ്രകാശത്തിലേക്ക് വന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. പ്രിയപ്പെട്ടവരെ, 4 പദവി നമുക്ക് തന്നിട്ടാണ് നമ്മളെ വിളിച്ചത്. നമ്മളാണ് ഈ ഭൂമിയിൽ പോയി വീണ്ടും ആ കള്ളക്കച്ചവടത്തിന് കൂട്ടുനിൽക്കുകയും ആ ചതിയിലും ആ വക്രത ബുദ്ധിയിലും നമ്മൾ അകപ്പെട്ടു കൊണ്ടുപോവുകയില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, വീണ്ടും നമ്മൾ ക്രൂശിക്കുന്നവരായി മാറുകയാണ്. നമ്മുടെ കർത്താവ് യേശു കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായി മാറുകയാണ്. കാരണം അതിലും നമ്മളെ വിളിച്ച് വേർതിരിച്ചു. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 15 വായിക്കുമ്പോൾ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന കേട്ടോണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാൾ ആശ ഇന്നതെന്നും സ്വത്രം. അപ്പം നമ്മളെ വിളിച്ചപ്പോൾ ഒരു ആശ പിതാവിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ആരായി മാറി? എതിർ ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം നുണ ആരുടേതാണ്? അവൻ്റെ മെച്ചിയില്ല. വക്രത ആരുടേതാണ്? അവൻ്റെ മെച്ചിയില്ല. ചതി ആരുടേതാണ്? അവൻ്റെ മെച്ചിയില്ല. അപ്പം അവൻ്റെ തൊഴിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാരും മനസ്സിലാക്കുന്നില്ല. അവിടെ വിശുദ്ധ ജീവിതം കാണുന്നുണ്ടോ? ഇല്ല. ഓട്ടോറിക്ഷക്കാരൻ്റെ സംസാരങ്ങളാണ് അവന് വരുന്നത്. അവനെങ്ങനെയെങ്കിലും പിടിച്ചു മേടിക്കണം. അവിടെ അവൻ്റെതാണ് വരുന്നത്. ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ അവൻ്റെതാണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ നമ്മുടെ ഇടയിൽ നമ്മുടെ ആൾക്കാർ സഹോദരന്മാരില്ലേ? നമ്മുടെ സഹോദരന്മാരും കർത്താവ് വിളിച്ച് വേർതിരിച്ചവരും അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അവരും അതിനകത്തു കൂടി പോവുകയാണ്, ചേർന്ന് പോവുകയാണ്. ആരും മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മളൊന്ന് മനസ്സിലാക്കണം. ശരി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാനിന്ന് പറയുന്നത്. ഇത് എന്നോട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് നാളായി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇത് സഹോദരി സഹോദരന്മാരൊന്ന് അറിയണം. അതുകൊണ്ട് ഈ വീഡിയോ ദയവ് ചെയ്ത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് വിഗ്രഹാരാധികളല്ലാത്തവർ കാണേണ്ട വീഡിയോ ആണ്. വിഗ്രഹാരാധികൾ ഇത് കാണണ്ട. ഇത് വിഗ്രഹാരാധികൾ ആരും കേൾക്കേണ്ട വീഡിയോ അല്ല. ഇത് വിഗ്രഹാരാധികളല്ലാത്തവർ കേൾക്കേണ്ട വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം വിഗ്രഹാരാധികളല്ലാത്തവർക്ക് ഷെയർ ചെയ്യണം. എല്ലാവരും ഇത് കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഉടൻ വരുന്നു. താമസമില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്ര ആസന്നമായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാണ് എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവി. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരായി എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ അതിനുവേണ്ടി തന്നെ പോയി അങ്ങനെ തന്നെ കൂട്ടി വെക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു പോയാൽ നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്? ആ കാര്യം നമ്മൾ മറന്നുപോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്നത് ആ കാഴ്ചപ്പാട് തന്നെയാണ്. ഇന്ന് കാണുന്നത് അങ്ങനെ തന്നെയാണ്. അവർ വന്ന വഴിയെല്ലാം മറന്നുപോയി.
ഇന്ന് ലോകത്തോട് അനുരൂപരായിരിക്കുന്നു. ജാതികളും വിശ്വാസികളും വ്യത്യാസമില്ലാത്തൊരവസ്ഥയിലായി. അതുകൊണ്ട് ഉഷ്ണവാനുവല്ല, ശീതവാനുവല്ല, ശീതോഷ്ണവാൻ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആ ഒരു നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങിയത്, നമ്മൾ എന്തിനാണ് വന്നത്, ആ കാര്യങ്ങളെല്ലാം മറന്നുപോയി. മറന്നു ലോകത്തിലേക്ക് നമ്മൾ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവായ യേശു വീണ്ടും വരാറായി. ഈ സമയത്ത് നമ്മൾ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പന്നനായാൽ എന്തായിരിക്കും നമുക്കുള്ള അവസ്ഥ? അതുകൊണ്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു ആലോചനയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത്. ഇത് ദയവ് ചെയ്ത് എല്ലാ സഹോദരന്മാരും കാണുക, കേൾക്കുക. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയോജനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നാം പലപ്പോഴും പല കാര്യങ്ങളും നാം മറന്നുപോയിരിക്കാം. പക്ഷേ നമ്മളെ ഓർപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ ഇന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സഹോദരന്മാർക്കും സഹോദരിമാർക്കും വിശുദ്ധന്മാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇത്രയും സമയം എൻ്റെ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവന്ദനങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.